ശരിക്കും കുഞ്ഞുനാളിലുള്ള ചേട്ടാ ചൈൽഡ്ഹുഡ് ഒന്ന് പറയോ ഞങ്ങൾക്ക് തൃശ്ശൂരുള്ള? തൃശ്ശൂര് ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി സെറ്റപ്പിൽ വന്നതാണ്. അപ്പം അത് അങ്ങനെ അവിടെ പഠിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പോയി അവിടുന്ന് ഒരു പയ്യൻ നാഷണൽ സ്കൂൾ ഡ്രാമയിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഇഷ്ടമല്ലാർക്കും ഇഷ്ടമല്ലാന്ന് മാത്രമല്ല, അതായത് എവിടേക്കാ പോയി പഠിക്കാൻ പോകുന്നത്? ഡൽഹിയിലേക്കാണ് പോകുന്നത്. അതായത് ഡോക്ടർ ആവാനാ അല്ലെങ്കിൽ പ്രൊഫസർ ആവാനാ വക്കീലാവാനാ നാടകം പഠിക്കാൻ പോവുകയാണ്. മനസ്സിലായി? പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവന്മാരെ കുറച്ചും കൂടി ഒരു ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അമ്മയ്ക്ക് ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയായ കാരണം അതായത് എൻ്റെ ഒരു 10-12 വയസ്സ് വരെ ഞാൻ കുളിച്ചു വന്നു കഴിഞ്ഞാൽ തോർത്തി തന്നിരുന്നു പോലും അമ്മയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ അവിടെ നാട്ടിക എസ് എൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ കുറച്ച് പിന്നത്തെ MLA ഉണ്ട് നമ്മുടെ അരുണൻ മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനാണ് അരുണൻ മാഷ്. അപ്പം അങ്ങനെ അവർക്കൊക്കെ ഒരു നാടകമായിട്ട് ബന്ധമുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് എന്നിൽ അങ്ങനെ അന്ന് തൊട്ടേ ചെറുതായിട്ടൊരു കലാവാസന ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ നാടകത്തിലൊക്കെ പോയി അങ്ങനെ അത് ചെയ്തു. പിന്നെ എൻ്റെ വേറൊരു അമ്മാവനാണ് ഡൽഹിയിലന്ന് ഇവിടുത്തെ ലളിതകലാ അക്കാദമിയിലെ എക്സിബിഷൻ ഓഫീസറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹം എൻ്റെ അമ്മ ടീച്ചറാണ്, സുമ ടീച്ചർ എന്നാണ് വിളിക്കുക. അപ്പം അദ്ദേഹം എൻ്റെ അമ്മയുടെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം. അപ്പം എന്നെ കണ്ടപ്പോൾ അതാണ് ഒരു പ്രധാന കാരണം. അദ്ദേഹം വന്ന് പറഞ്ഞു, സുമ ചേച്ചി എന്തുകൊണ്ട് പിന്നെ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പഠിപ്പിക്കാൻ വിട്ടുകൂടാ? അപ്പം വളരെ ക്രൂരമായിട്ട് നിനക്ക് വേറെ പടിയൊന്നുമില്ല, നീ പോയാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. ഞാൻ പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് എനിക്കൊന്ന് ഞാൻ ജസ്റ്റ് BSc പരീക്ഷയുടെ എല്ലാം കഴിഞ്ഞു. പിന്നെ പ്രാക്ടിക്കൽ മാത്രമേ പിന്നെ കഴിയാനുള്ളൂ. അപ്പം അതിൻ്റെ ഗ്യാപ്പിലാണ് ഈ സംഭവം. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ധർമ്മരത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ടീച്ചർ തോന്നുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ അമ്മാവന്മാരോടൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് ഒരു വിധത്തിൽ അമ്മ സമ്മതിച്ചു. അങ്ങനെയല്ല, ഇവനെന്തായാലും പോയി ഡൽഹിയൊക്കെ ഒന്ന് പോയി കാണട്ടെ. അപ്പൊ ചിലപ്പോ മനസ്സ് മാറിയ ഡൽഹി പോയി കണ്ട് അവിടെ വലിയത് കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു.